ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും ഇല്ലാത്ത ഒരു തലമുറയെ കണ്ട അനുഭവം എനിക്ക് ഉണ്ട്. വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങളിൽ ചിലവർക്ക് മാത്രം പഞ്ചസാര ഇട്ടതാകാം, കൂടിയ ആളുകൾക്ക് മാത്രം, അല്ലാത്തവർക്കില്ല. അല്ലാത്തവർക്ക് ശർക്കര ആണ്. ചായപ്പൊടി ചായയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ബാക്കി വന്ന ചായപ്പൊടി ഒരിടത്തൊരു പാത്രത്തിൽ വെച്ച് വെയിൽ കൊണ്ട് ഉണങ്ങും. ആ വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വരുന്ന ഒരാള് എനിക്ക് ഓർമ്മയിലുണ്ട്. അപ്പൊ ആ ആള് എന്തിനാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവരാ പറഞ്ഞത്, അത് കൊണ്ടുപോയിട്ട് പിന്നെ അതുകൊണ്ട് ചായപ്പൊടി ചായ ഉണ്ടാക്കും. ഇതുപോലെയുള്ള വലിയ ദാരിദ്ര്യം എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് അറിയില്ല. ഹോട്ടലില് കുറച്ച് ചോറേ ഉള്ളൂ, വരിയടുത്ത് ചോറ് തരില്ല. അന്നത്തെ വളരെ കൂടിയ ഹോട്ടലിലെ കാര്യമല്ല, സാധാരണ ഹോട്ടലുകളിലത്തെ കാര്യമാണ് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഊണ് കഴിഞ്ഞ് വരുമ്പോൾ ഒരാൾ പറഞ്ഞു, കുറച്ചും കൂടി ചോറ് കിട്ടിയാൽ നന്നായിരുന്നു. 2 ഊണ് വാങ്ങണേ. ഈ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് അന്ന് ധന്യമേ ജീവിതം ഉണ്ടെന്ന് വെക്കുക. ഇപ്പൊ ഈ പറയണ കാര്യം അന്നുള്ളവർക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെയൊക്കെ ഒരു ലോകമുണ്ടോ? വർത്തമാനപത്രം ഇല്ലെങ്കിൽ എങ്ങനെയാണ് പലചരക്ക് സാധനം പൊതിയാന്ന് സദസ്സിൽ എന്നിട്ട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ബുക്ക് ക്ലബിൽ പ്രസിഡന്റ് ആയിരുന്നു. ആരോ വിദേശത്ത് പോയി സംസാരിക്കുമ്പോൾ അപ്പൊ അയാൾ ചിരിച്ചു. ഇയാളെ ഇവിടുത്തെ മാറ്റുന്നല്ല, ഈ കടലാസ് പൊതിയിലൊന്നും ഇല്ല, അതൊക്കെ പോളിത്തീൻ കവറിൽ പോയി പാക്ക് ചെയ്തിട്ടാ വരിക. ഇവിടെയാണ് പഴയ കടലാസ് പൊതിയ. ഇതൊക്കെ സമീപകാലത്ത് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, ജീവിത രീതി ആകെ മാറി, കൃഷിയിൽ നിന്നും കംപ്ലീറ്റ് പോന്നു. സകല ഉത്സവങ്ങളും നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അന്ന് കന്നുകൂട്ടാൻ പാടുവോ, നെല്ല് വിതയ്ക്കല്, മുഴുവൻ ജീവിതം നെൽകൃഷിയായിട്ടാണ്. ഓണം, വിഷു, തിരുവാതിര, ഉത്സവങ്ങള്, പാടങ്ങളൊക്കെ കൊയ്ത് തീർന്ന സമയത്തായിരിക്കും കാവില് വേല. കാലം പിന്നെയും പോന്നു. അങ്ങനെ ഇരിക്കെ എന്നോട് പലവരും പറഞ്ഞിട്ട് ഒരു വരി ഞാൻ ഓർക്കുകയാണ്. സമ്പന്നരാണ്, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോ സുഖം കൂടിയിട്ടൊരു സമാധാനമില്ല. സുഖം കൂടിയിട്ടൊരു സമാധാനമില്ല എന്ന് അന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു വരി നമ്മൾ വിശ്വസിക്കുമോ? വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ, എന്തും ആവശ്യത്തിൽ കൂടുതൽ. വീട്ടിൽ കയറിനോടത്തില് 30 ചെരുപ്പ്, രാവിലെ ടൂത്ത് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാൻ ടൂത്ത് പേസ്റ്റ് നോക്കുമ്പോൾ കുറെ പേസ്റ്റ് പിന്നെയും വാങ്ങിക്കൊണ്ടിട്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ പീച്ച് പേസ്റ്റ് കളയുമ്പോഴേക്കും ബാക്കിയുള്ള വേസ്റ്റിലേക്ക് കളഞ്ഞു. എത്ര ഷർട്ടാണ്, എത്ര സാരിയാണ്. ആദ്യം കഴിഞ്ഞിട്ട് വിദേശത്ത് നിന്ന് വരുന്നവര് സമ്മാനിക്കും. ആ സമ്മാനം കിട്ടിയതിനെ പറ്റിയിട്ട് പറയാ, കഴിഞ്ഞ തവണ വന്ന തന്നെ ഞാൻ മുഴുവൻ ഉപയോഗിച്ച് തീർന്നിട്ടില്ല. ദുഃഖം കൂടിയ ദുഃഖം. ഇപ്പൊ 6 ഫ്ലാറ്റ് പലയിടത്തിലായി വാങ്ങിയിട്ടുണ്ട്. പിന്നെ 5 വീട് പലയിടത്തിലുമുണ്ട്.
ഇപ്പൊ ഇരിക്കണ വീട്ടിൽ വീണ്ടും കുറെ പണി നടക്കണം. ആദ്യം വീട് പണിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ചെറിയ ഉണങ്ങാനിട്ട ഒരു സാധനം എടുക്കാൻ സമയത്ത് മഴച്ചാറൽ വന്നു, 2 തുള്ളി വെള്ളം തലയിൽ വീണു. ഐഡിയ അത് വരെ അങ്ങോട്ട് കെട്ടിയെന്താ? എന്നാ പിന്നെ ഉണങ്ങാനിട്ട് എടുക്കുമ്പോ തലയിൽ മഴത്തുള്ളി ആവില്ലല്ലോ. ഒരു കോടീശ്വരൻ നാരായണൻ നമ്പ്യാരായിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. കിട്ടിയ സമയം ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സംസാരിക്കാൻ, അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം എന്താണ്, അവർക്ക് മാത്രം അറിയാവുന്ന വിഷയം എന്താണ് എന്ന് വേണം ചോദിക്കാൻ. അവർക്ക് മാത്രം. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു, വേറെ ഡ്രൈവർ അവരയച്ചു എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ. അപ്പൊ മാങ്കാവിൽ എത്തുമ്പോ ആ ഡ്രൈവറോട് സംസാരിച്ച് അയാൾക്ക് മാത്രം അറിയുന്നതും എനിക്കറിയാത്തതുമായിട്ടുള്ള വിഷയം ഇപ്പൊ എന്താ ചോദിക്കുക, എങ്ങനെ ചോദിക്കുക? അപ്പൊ ഓരോരോ കാര്യമൊക്കെ ചോദിക്കുമ്പോ അയാള് സ്പെഷ്യലിസ്റ്റ് ആയ ഒരു കാര്യം അറിയണം. നമ്പ്യാരും പറഞ്ഞു, സുഖം കൂടിയിട്ടും സമാധാനമില്ല. സുഖം കൂടുതലായിട്ട് ഇപ്പൊ സമാധാനമില്ലാതെ ആയിരിക്കുന്നു. ഇഷ്ടംപോലെ പ്രോപ്പർട്ടി, 4-5 വീടുകൾ, ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇപ്പോഴും എന്തിൻ്റെയൊക്കെയോ ഷെയറോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്. ഇതിലെ കണക്കെഴുതി വെക്കണ്ടേ? മക്കള് വിദേശത്ത്. ആ വിദേശത്തുള്ള മക്കള് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞത് എന്താണ് അച്ഛന് വേണ്ടതെന്നാ. അത് മുഴുവൻ എത്തിക്കും. അതുകൊണ്ടൊരു ആവശ്യവും അവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഭൂമി വാങ്ങിയിടാനുണ്ടോ. അപ്പൊ ഇവിടെ അടുത്തൊന്നും പണ്ടത്തെ പോലെ ഭൂമി ഇങ്ങനെ കിട്ടാനില്ല. കാരണം കൃഷിഭൂമിയല്ലല്ലോ ഇപ്പോ, വീടുണ്ടാക്കാവുന്ന പ്ലോട്ടുകളാണല്ലോ. അപ്പൊ മകളിനോ മകളുടെ ഭർത്താവിനോ ആർക്കും നിർബന്ധം വലിയൊരു എസ്റ്റേറ്റ് തന്നെ വാങ്ങിയേ പറ്റുക. അപ്പൊ ഒരു ബ്രോക്കറെ സമീപിച്ചപ്പോ വയനാട്ടിൽ ഇപ്പൊ അങ്ങനത്തെ കിട്ടാനില്ല, കേരളത്തിലും ഇല്ല. തമിഴ്നാട്ടില് രാമനാഥപുരത്ത് സ്ഥലമുണ്ട്. ഏക്കറ കണക്കിന് വാങ്ങിയിടാൻ എവിടെയും പോവില്ലല്ലോ. ഭൂമി വാങ്ങിയിട്ടാൽ എവിടെയും പോവില്ലല്ലോ എന്നാണ് വിചാരം. നമ്മൾ ഇന്നും നിൽക്കുന്നതാന്നൊരു വിചാരമുണ്ട്. നമ്മളെക്കാളും നിൽക്കുന്ന ഒരു വിചാരത്തിന്റെ പിറകിലുണ്ട്. ഭൂമി പിന്നെ അവിടെ നിൽക്കുമല്ലോ. ഏക്കറ കണക്കിന് സ്ഥലത്ത് രാമനാഥപുരത്ത് പോയിട്ട് അത് വാങ്ങി ആധാരത്തിൽ ആക്കി. പിന്നെ മക്കൾക്കൊരു വരവായല്ലോ അത് കാണാൻ. അത് കാണാനായിട്ട് ഫ്ലൈറ്റിൽ വന്നു, വണ്ടി എടുത്ത് കറങ്ങി, അതൊക്കെ ചുറ്റിയടിച്ച് കണ്ടു, മടങ്ങി വന്നു. പിന്നെ 10 കൊല്ലത്തേക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരണ്ടേ? വിദേശത്തുള്ള മക്കള് വരുമോ? അവരെപ്പോഴെങ്കിലൊക്കെ കൊല്ലങ്ങൾ കൂടുമ്പോൾ അവിടെ വരിക. എന്നിട്ട് ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? സുഖം കൂടിയിട്ട് സമാധാനമില്ല. എന്താ? സമീപകാലത്ത് അതൊന്ന് കണ്ടളാന്ന് വിചാരിച്ചൊരു വണ്ടി എടുത്തു പോയി. സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ വേറെ പലരും കുടിയിൽ വെച്ച് താമസം തുടങ്ങിയിരിക്കുന്നു. താമസിക്കാൻ ഭൂമി ഇല്ലാത്തവരെന്ത് ചെയ്യും? കുടിയിൽ വെച്ച് താമസിക്കുന്നു. ആരാ എന്താ അറിയില്ല, ഓരോ കുടിലും ഓരോ ആളാ. അവരോട് ഇത് എന്റെ ഭൂമിയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോ ആര് കേൾക്കാൻ? അവര് ഓരോ തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്നവരല്ല. അത് കഴിഞ്ഞ് ചോദിച്ചതായിട്ട് നോക്കുമ്പോ അവിടെ ഒരു വീട് ഒരു പലചരക്ക് പിടിയാ. കച്ചവടവും ഉണ്ട്, ചായ കച്ചവടം. ഇയാളുടെ സ്ഥലത്താണ്. അവിടെ പോയിട്ട് ചായ കുടിച്ചു. ഇയാൾ ആ
കച്ചവടക്കാരനോട് പറഞ്ഞു കാര്യം. കച്ചവടക്കാരൻ തമിഴ്നാട്ടുകാരൻ്റെ ഒരു മറുപടിയെ പറഞ്ഞില്ല. പിന്നെ അഭിഭാഷകനെ കണ്ടപ്പോൾ അതിൽ താമസിക്കുന്നവരെല്ലാവരുടെയും മേൽവിലാസം കിട്ടി. അവർക്കൊക്കെ വക്കീൽ നോട്ട്സ് അയച്ച് 50 100 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ അത് മടക്കി കിട്ടിയിരിക്കും. ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചോദിച്ചതിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞത്, സുഖം കൂടിയിട്ട് ഇപ്പൊ സമാധാനം ഇല്ലാതെ ആയിരിക്കുന്നു. കഴിഞ്ഞ കൊറോണ കാലത്ത് ഈ പറഞ്ഞ ആള് നമ്മളെ വിട്ടുപോയി. ഇതൊക്കെ ജീവിതത്തെ പറ്റി ചിന്തിക്കേണ്ട വിഷയങ്ങളല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.